ബ്രിട്ടീഷിന് വന്ദനം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വതന്ത്രമായ ദിവസമാണ് ആഗസ്റ്റ് 15. അടിമത്തത്തിന്റെ കറുത്ത ദിനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന ദിനം. അതെ, ഏതൊരു ഇന്ത്യക്കാരന്റെയും അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ദിനം. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യമെന്ന് നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2025 എത്തിയപ്പോഴേക്കും ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്രം, സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, വാണിജ്യം, കായികം എന്നിവയിലെല്ലാം ഇന്ത്യ ലോകത്തെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറും അവയ്ക്ക് നേതൃത്വം നൽകിയ പെൺപുലികളും വനിതാ വിഭാഗം ഫിഡെ വേൾഡ് കപ്പ് ജേതാവ് ദിവ്യ ദേശ്മുഖുമെല്ലാം അഭിമാന നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത്. സത്യത്തിലും അഹിംസയിലും ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങളും അഴിമതിയും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമില്ലാതാകുന്ന സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടോ എന്ന ചോദ്യം നമുക്ക് മുൻപിൽ ഉയരുകയാണ്. എന്തിനാണ് ഇക്കാലത്ത് നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, പുതിയ ദിശ കാണാനും പുതിയ ഇന്ത്യയെ പടുത്തുയർത്താനും വേണ്ടിയാണ്. ഇന്ത്യക്ക് വേണ്ടത് പുതിയ മഹാത്മാഗാന്ധികളെയും പുതിയ ഭഗത് സിംഗുമാരെയും പുതിയ അംബേദ്കറുകളെയുമാണ്. അതെ, സ്വപ്നം കാണാനും ആ സ്വപ്നത്തിനായി നിലകൊള്ളാനും ധൈര്യമുള്ളവർ. സ്നേഹവും ഐക്യവുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. നാനാത്വത്തിൽ ഏകത്വം നിറയുന്ന കേന്ദ്രങ്ങളാകണം നമ്മുടെ വിദ്യാലയങ്ങളും ക്ലാസ് മുറികളും. തനിക്ക് ലഭിച്ച തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു, അത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു. ഇന്ത്യ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ സന്തോഷിക്കേണ്ടതിലുപരി ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് ദുഃഖിക്കേണ്ട ഒരവസ്ഥ കൂടി വന്നിരിക്കുന്നു. വോട്ട് കൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനം. ഇതിനായി അഹിംസയിലൂടെയും സത്യത്തിലൂടെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് മുന്നേറി പ്രവർത്തിക്കാം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി പറഞ്ഞതുപോലെ, രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാലോചിക്കാതെ നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും വാക്കുകളിൽ നിന്ന് പ്രവർത്തികളിലേക്ക് കടന്നു വരണം. നമ്മുടെ രാജ്യം നമ്മുടെ വികാരമാണ്, നമ്മുടെ ജന്മഭൂമിയാണ്, നമ്മുടെ അമ്മയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനായി നമുക്ക് ഐക്യത്തോടെ, സ്നേഹത്തോടെ, അഹിംസയിലൂടെ പ്രവർത്തിക്കാം എന്ന ആഹ്വാനത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.